പരസ്യ പ്രചാരണം കഴിഞ്ഞുള്ള 48 മണിക്കൂറിൽ TV പ്രചാരണവും പാടില്ല. ഏപ്രിൽ 29 വരെ എക്സിറ്റ് പോളും പാടില്ല. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടങ്ങളിൽ പരസ്യ പ്രചാരണം അവസാനിച്ച ശേഷമുള്ള 48 മണിക്കൂറിൽ TV, റേഡിയോ, കേബിൾ നെറ്റ്വർക്ക് വഴി പ്രചാരണങ്ങൾ പാടില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഏപ്രിൽ 29-ന് പശ്ചിമ ബംഗാളിൽ അവസാന ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷമേ കേരളം ഉൾപ്പെടെ എല്ലായിടത്തെയും എക്സിറ്റ് പോളുകൾ പുറത്തുവിടാൻ പാടുള്ളൂവെന്നും കമ്മീഷൻ ഉത്തരവിട്ടു. ഇലക്ട്രോണിക്സ് അച്ചടി മാധ്യമങ്ങൾക്ക് ഉത്തരവ് ബാധകമാണ്. കേരളത്തിൽ പരസ്യ പ്രചാരണം അവസാനിക്കുന്നത് 7-ന് വൈകിട്ട് 6 മണിക്കാണ്. വോട്ടെടുപ്പിന് 5 നാൾ മാത്രം. ക്ഷേമ വികസന പദ്ധതികളിലൂന്നിയുള്ള പ്രചാരണത്തിന് LDF. ധർമ്മടത്ത് പ്രചാരണം കേന്ദ്രീകരിക്കാൻ മുഖ്യമന്ത്രി. വോട്ടെടുപ്പിന് 5 നാൾ മാത്രം ശേഷിയെ സർക്കാരിന്റെ വികസന പദ്ധതികളിലൂന്നി പ്രചാരണത്തിന് LDF. സംസ്ഥാന പര്യടനം കഴിഞ്ഞ മുഖ്യമന്ത്രി സ്വന്തം മണ്ഡലമായ ധർമ്മടത്തായിരിക്കും. പുതിയ ഭരണം വരട്ടെ എന്ന് ഒരു വിഭാഗം ശക്തമായി പറയുന്നത് കൂടി പരിഗണിച്ചാണ് സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഊന്നി നിൽക്കാൻ LDF നേതൃത്വം തീരുമാനിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ CPM അണികൾക്കും നേതാക്കൾക്കും ക്യാപ്റ്റനായിരുന്നു. ഇന്നും പിണറായി ക്യാപ്റ്റൻ സ്ഥാനത്താണെങ്കിലും ആരും പരസ്യമായി വിളിച്ചിരുന്നില്ല. പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ പ്രമുഖ നേതാക്കൾ വീണ്ടും അദ്ദേഹത്തെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ചു തുടങ്ങി. അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിൽ. തിരുവനന്തപുരത്ത് റോഡ് ഷോ. രാഹുൽ ഗാന്ധിയും കേരളത്തിൽ. NDA ക്യാമ്പിന് ആവേശം പകരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ. തിരുവല്ലയിലും പൊതുപരിപാടിയുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള, FCRA നിയമ ഭേദഗതി വിവാദങ്ങളിൽ നരേന്ദ്രമോദി എന്ത് പറയും എന്നതിലാണ് ആകാംക്ഷ. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധിയും കേരളത്തിൽ. 3 ജില്ലകളിലായി 4 പരിപാടികളിൽ രാഹുൽ പങ്കെടുക്കുന്നുണ്ട്.